കേരളത്തിലടക്കം നമ്മുടെ പലയിടങ്ങളിലും മലയോര മേഖലകളിലൊക്കെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഏതൊക്കെ നിലയിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു എന്നതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇത്തരം അപകടങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിദ്വാർ മുതൽ ഉത്തരകാശി വരെ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം, അതായത് ഏകദേശം 100-ലേറെ സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഉണ്ടായ ഈ അപകടത്തിൽ വ്യക്തമാകുന്ന കാഴ്ച. ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെയാണ് ഈ കൊടിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. 100-ലേറെ സ്ഥലങ്ങളിൽ മണ്ണിടിയുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്ര വലിയ ദുരന്തമായി മാറും, എത്ര ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്ന്. ഹിമാലയം തന്നെ അതിൻ്റെ പല മേഖലകളും വളരെ പരിസ്ഥിതി ലോല പ്രദേശമായി പരിഗണിക്കപ്പെടുന്നവയാണ്. അവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ പരിമിതികളും നിയന്ത്രണങ്ങളുമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ പലയിടത്തും കാണുന്നത് പോലെ ആ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അനുമതി നേടിയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പരിസ്ഥിതി മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴുണ്ടായ ഈ വലിയ ദുരന്തത്തിലേക്ക് കൂടി വഴിവെച്ചത് എന്ന് വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ചും ചാർധാം ഹൈവേ നിർമ്മാണം, അത് സർക്കാർ തന്നെ ചെയ്യുന്ന ഒരു വലിയ, അല്ലെങ്കിൽ സർക്കാർ ഒരു അഭിമാന പ്രോജക്റ്റായി കാണുന്നതാണ് ചാർധാം ഹൈവേ നിർമ്മാണം. പക്ഷേ അതിനുവേണ്ടി മലകൾ ഇടിക്കുന്നതുമൊക്കെ ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നുവെന്നാണ്. ഭഗീരഥി ഇക്കോ സെൻസിറ്റീവ് മേഖലയിലും ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഭൂമിയുടെ ഒരു ബാലൻസിനെ തെറ്റിക്കുന്നു. അങ്ങനെയാണ് ഈ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. അത് ഹിമാലയ മേഖലയിലെ പലയിടങ്ങളിലും നോർത്ത് ഈസ്റ്റുമൊക്കെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ പലതും നമുക്ക് ആവശ്യവുമാണ്. രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വികസന പ്രവർത്തനങ്ങൾ ആവശ്യവുമാണ്. പക്ഷേ കുറച്ചുകൂടി ഭൂമിയെ കരുതലോടെ എടുത്തുകൂടി മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം. കുന്നിൻ ചെരുവുകളിലൊക്കെ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അത് മണ്ണൊലിപ്പ്, അല്ലെങ്കിൽ മണ്ണിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ മണ്ണൊലിപ്പുണ്ടാകുന്നു, പാറക്കെട്ടുകൾ തീർത്തു പോകുന്നു. പലയിടത്തും പാറക്കെട്ടുകൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി, റോഡ് നിർമ്മാണത്തിനുമൊക്കെ തകർത്തിട്ടുണ്ട്. അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ അത് കിലോമീറ്ററുകൾ അപ്പുറത്ത് വരെ വലിയ തോതിൽ അപകടത്തിന് കാരണമാകുന്നു എന്നതാണ്. ഭൂമിയുടെ അടിയിലെ പാറകളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായ അവസ്ഥയിലാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന സൂചന. ഇതൊക്കെയാണ് ഉത്തരകാശിയിലെ ഈ വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, വളരെ സങ്കീർണമായ നിലയിൽ, അല്ലെങ്കിൽ ഭൂമിയിലെ ഓരോ വിഷയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് നിർത്താൻ കഴിയുന്നതൊന്നുമല്ല. അത് വളരെ അഭിമാന പ്രോജക്റ്റുകളായി മുന്നോട്ട് പോകുന്നവയാണ്. അപ്പോൾ പക്ഷേ കുറച്ച് തിരുത്തലുകൾ, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏതൊക്കെ നിലയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാത്ത നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കൂടി ചിന്തിക്കണം. ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പോൾ BRO ആണ് മുൻകൈ എടുക്കുന്നത്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനത്തിലേക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലേക്കുമൊക്കെ സർക്കാരും ഒക്കെ പോകുമോ? ദിവിഷി, തിരുത്തലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ എല്ലാ വർഷവും പുതിയ പുതിയ ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം പണിതുയരുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ പ്രകൃതി ലോല മേഖലകളിലും മലയോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കാൻ സാധ്യമായിട്ടുള്ളതാണ്. പക്ഷേ ഉത്തരാഖണ്ഡിൽ ഇങ്ങനെയാണ്, പ്രത്യേകിച്ചും ഉത്തരകാശിയിലെല്ലാം തന്നെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു മട്ടിലേക്കും ഭാവത്തിലേക്കും ഇവിടുത്തെ ആളുകൾ തന്നെ പോയിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ മറ്റ് മാർഗങ്ങളില്ലാതെ മല ഇടിച്ചു പൊളിച്ച് ആ റോഡ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോഴും ആ മലയ്ക്ക് ആഘാതമുണ്ടാകുന്നുണ്ട്. ആ കുന്നും മലയും വീണ്ടും ഉരുതി താഴേക്ക് വരുന്ന പല കാഴ്ചകളും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, BRO ആണ് ഈ റോഡ് പണിയും പാലം പണിയും എല്ലാം തന്നെ, അതായത് വീണ്ടും ഈ യാത്രാ യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാ ദൗത്യത്തിന് NDRFും SDRFും ITBPയും ഉണ്ട്, സൈന്യവുമുണ്ട്. ഇത്രയും സംഘങ്ങളാണ്. അതിൽ കുറച്ച് സംഘങ്ങൾ മാത്രമാണ് ഇപ്പോൾ ധരാലിയിലുള്ളത്. ബാക്കിയുള്ളവർ ഡെറാഡൂണിൽ നിന്നെല്ലാം പുറപ്പെട്ട് വന്നവർ ഈ പറയുന്ന മേഖലകളിലെല്ലാം റോഡ് പണി പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞാൽ മാത്രമേ ധരാലിയിരിക്കും, എന്തിന് ഹർഷിലേക്ക് പോലും പോകാൻ സാധിക്കുള്ളൂ. ബെയിലി പാലം എല്ലാം തന്നെ പണിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പഠനം എന്ന് പറയുന്നത് അത് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഈ ഉത്തരാഖണ്ഡ്, പ്രത്യേകിച്ചും ഉത്തരകാശി നോക്കിക്കഴിഞ്ഞാൽ 2013 ഉണ്ടായ ഒരു കാര്യം നമുക്കറിയാം. ആയിരങ്ങളുടെ ജീവനെടുത്ത മഹാപ്രളയം ചമോലിയിലും അതുപോലെ ബദ്രിനാഥിലും എല്ലാം തന്നെ. പിന്നീട് ഓരോ വർഷവും ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചുകൾ, മേഘവിസ്ഫോടനം, ഇതെല്ലാം കാഴ്ചയായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഉത്തരകാശി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഹിമാലയൻ താഴ്വരയോട് ചേർന്ന് നിൽക്കുന്ന മേഖലകൾ. അവിടെ കനത്ത മഴ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴുള്ള ആകെ ആശ്വാസം മഴയില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, വെയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എങ്ങും നീലാകാശം മാത്രമാണ്. മഴയുടെ ഒരു അംശം പോലും, മഴക്കാറിൻ്റെ ഒരു അംശം പോലും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹെലികോപ്റ്ററുകൾ ധാരാളമായി ഈ വഴി പോകുന്നുണ്ട്. അതെല്ലാം രക്ഷാപ്രവർത്തനത്തിനാണ്. മാത്രമല്ല മരുന്നും ഭക്ഷണവും അവശ്യ സാധനങ്ങളും കൊണ്ട്
ധറാലിയിലേക്കും ഹർഷിലെ സൈനിക ക്യാമ്പിലേക്കും ഉത്തരകാശി ഈ ഗംഗോത്രി ധാമിലേക്കും എല്ലാം തന്നെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററുകളാണ്. അവർ മടങ്ങി വരുമ്പോൾ ആളുകളെ കൂടി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞ ആകാശമാണ്, കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു. രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കട്ടെ. തകർന്ന റോഡുകൾ നന്നാക്കുക, അതൊക്കെ വലിയ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ജോലികളാണ്. പക്ഷേ എത്രയും വേഗം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അവിടുത്തെ ജനജീവിതം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.